അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ പ്രഭാതത്തിൽ ഉണർന്നതിന്റെ ശേഷം ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ഭവനത്തിൽ എത്തിച്ചേരുന്നതുവരെയുള്ള പ്രധാനപ്പെട്ട മര്യാദകളും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിൽ വിശദീകരിച്ചു കഴിഞ്ഞത്. പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഏത് വഖത്തിനാണെങ്കിലും അവൻ ഏറ്റവും അധികം പരിശ്രമിക്കേണ്ടത് ആ പള്ളിയിലെ അല്ലെങ്കിൽ ആ മസ്ജിദിലെ പ്രഥമമായ സഫ്, ഒന്നാമത്തെ സഫ് നേടിയെടുക്കുവാനായിരിക്കണം. നമ്മുടെ ഒരു ദിവസത്തിൽ നാം ഒന്ന് മനസ്സുവെച്ചാൽ കണക്കാക്കാനാവാത്തത്ര പ്രതിഫലമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ അലസതയും അശ്രദ്ധയും നിമിത്തം അത് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ധാരാളക്കണക്കിന് പ്രതിഫലമാണ് അതിലൂടെ നമുക്ക് വിനഷ്ടമാകുന്നത് എന്നും എല്ലാ സന്ദർഭങ്ങളിലും നാം ഓർക്കേണ്ടതാണ്. മസ്ജിദിലെത്തിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സഫ്, അതിനുള്ള പുണ്യം മറ്റൊരു സഫിനുമില്ല എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്, ലൗ യഅലമുൻ നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വൽ, ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മാ ഫിൻ നിദാഇ, ബാങ്ക് വിളിക്കുന്നതിലുള്ള പുണ്യം, ബാങ്ക് വിളിക്കുന്നതിലുള്ള മഹത്വവും പുണ്യവും ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ വസ്സഫിൽ അവ്വലി, ഒന്നാമത്തെ സഫിന്റെ പുണ്യവും ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുവാൻ അവസരം കിട്ടിയാലുള്ള മഹത്വവും ആളുകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ സുമ്മലം യജിദു ഇല്ലാ അൻ യസ്തഹമു, എന്നിട്ട് ആ സഫ് ലഭിക്കുവാൻ വേണ്ടി നറുക്കെടുപ്പല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് വന്നാൽ യസ്തഹമു അലൈഹി, അതിന്റെ പേരിൽ അവർ നറുക്കെടുപ്പ് നടത്തുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഒന്നാമത്തെ സഫിന്റെയും ബാങ്ക് വിളിയുടെയും ഒക്കെ മഹത്വം ജനങ്ങൾ അറിഞ്ഞാൽ എനിക്ക് ബാങ്ക് വിളിക്കണം, എനിക്കൊന്നാം സഫ് കിട്ടണം എന്ന പേരിൽ പള്ളികളിൽ തർക്കം മുറുകുമായിരുന്നു എന്നാണ്. അപ്പൊ തർക്കമുണ്ടാകുമ്പോ എല്ലാവർക്കും കൂടെ ബാങ്ക് വിളിക്കാൻ പറ്റൂല, ഒരാളല്ലേ ബാങ്ക് വിളിക്കാൻ പറ്റൂ. എല്ലാവർക്കും കൂടെ എത്ര വിശാലമായ പള്ളിയാണെങ്കിലും ഒന്നാം സഫ് കിട്ടൂല. അപ്പൊ സ്വാഭാവികമായും ഒരേ കാര്യത്തിന് അവകാശികൾ പലതുമുണ്ടാകുമ്പോ അംഗീകൃതമായ ഒരു തർക്ക പരിഹാര മാർഗമാണ് നറുക്കെടുപ്പ് നടത്തുക എന്നുള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആളുകളെങ്ങാനും ഈ ബാങ്ക് വിളിക്കുന്നവനുള്ള മഹത്വം, ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്നതിനുള്ള മഹത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ സർവ്വ പള്ളികളിലും ഇതിനു വേണ്ടി തർക്കം മുറുകുകയും പരിഹാരാർത്ഥം നറുക്കെടുപ്പ് വേണ്ടി വരിക തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പല കാര്യത്തിന് തർക്കങ്ങൾ മുറുകുന്ന കാലഘട്ടമാണ് നമ്മുടെ പള്ളികളിൽ. ഒന്നാം സഫ് എനിക്ക് കിട്ടിയല്ലോ എന്ന പേരിൽ ഇന്നൊരു തർക്കവും എവിടെയും കേൾക്കുന്നില്ല. ഞാൻ ബാങ്ക് വിളിക്കാം എന്നതിന്റെ പേരിൽ ഒരു തർക്കവും പലപ്പോഴും അറിയുന്നില്ല. എന്താണ് കാരണം സുഹൃത്തുക്കളെ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ, ലൗ യഅലമുൻ നാസ്, ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അതുപോലെ തന്നെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിനുമൊക്കെ വലിയ പുണ്യമുണ്ട്.
അത് ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശത്തരമായിട്ടാണ് നമ്മുടെയൊക്കെ നാടുകളിൽ. ഇപ്പോ പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു തലമുറ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ചില മാറ്റങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് പലയിടത്തും പ്രകടമായി കൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. പക്ഷേ മുമ്പ് അങ്ങനെയായിരുന്നില്ല. മുമ്പ് ഒരു മഹല്ലത്തിൽ ബാങ്ക് വിളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവനൊരു രണ്ടാം കിട മെമ്പറായിട്ട് കാണപ്പെട്ടിരുന്ന ഒരവസ്ഥയായിരുന്നു. എന്താ നിങ്ങൾക്ക് ജോലി എന്ന് ചോദിച്ചാൽ പള്ളിയിൽ ബാങ്ക് കൊടുക്കലാ എന്ന് പറഞ്ഞാലേ എന്നാ പിന്നെ ശരി, വിവാഹാന്വേഷണം പോലും അവിടെ വഴിക്ക് വെച്ച് മുടങ്ങാണ്. എന്താന്നൊക്കെ ജോലി? ആ പള്ളി അടിച്ചുവാരി വൃത്തിയാക്കലും ഹൗദിൽ വെള്ളം നിറക്കലൊക്കെയാണ്. ആഹാ, എന്നാ പിന്നെ നമ്മുടെ പിന്നെ കാണാം. ആ ഒരു സമീപനം നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ നിലനിന്നിരുന്നു. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഏത് ഭാഗമാണെന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിലെ ചില പ്രത്യേക ജില്ലകളിൽ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമായി വിവാഹബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ വരെ മുസ്ലിം തറവാട്ടുകാരായ ആളുകൾ പരിശ്രമിച്ചിരുന്നു എന്നത് ആർക്കും നിഷേധിക്കാനാവാത്തൊരു വസ്തുതയാണ്. അപ്പോൾ ഒരു രണ്ടാം തരം ജോലിയായിട്ടാണ് പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബാങ്ക് കൊടുക്കുന്ന ആള്, അത് മുക്രിക്കല്ലേ, അതുമായിട്ടൊന്നും അത്ര കാര്യമില്ല എന്ന രൂപത്തിൽ. എന്നാൽ നിങ്ങൾ നോക്കൂ, എത്ര മഹത്വമുള്ളൊരു ഏർപ്പാടാണത്, എത്ര മഹത്വമുള്ളൊരു പ്രവർത്തനമാണത്. പലരും ആശിച്ചിട്ട് മദീനയിൽ എത്രത്തോളം പുണ്യമുള്ള ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. ബാങ്ക് വിളിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, ആ ബാങ്ക് വിളിക്ക് വേണ്ടി ഉള്ള മാർഗങ്ങൾ എന്താണ്, നമസ്കാരത്തിന്റെ സമയമായാൽ നാം ചെയ്യേണ്ടത് എന്ന ഒരു ചർച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും ഇടക്ക് ഉണ്ടാവുകയുണ്ടായി. അന്ന് ഈ ബാങ്കിന്റെ പദം അറിയപ്പെട്ടിട്ടില്ല. നമസ്കാരത്തിന് 5 നേരത്തെ നിസ്കാരത്തിന് സമയമായി എന്ന ആളുകളെ എങ്ങനെ അറിയിക്കും? നബിയും സഹാബിമാരും ഒരു മുശാവറ നടത്തി. ആ മുശാവറ നടന്നപ്പോ സഹാബിമാര് പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു നമുക്ക് കൂട്ടമണിയടിക്കാം, അങ്ങനെ ബെല്ലടിക്കാൻ സമയമാകുമ്പോ ആളുകളൊക്കെ നിസ്കാരത്തിന്റെ സമയമായി വിചാരിച്ചു വരട്ടെ. ചിലർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഹോൺ വിളിക്കാം, അങ്ങനെ കുഴൽ വിളിക്കാം. ആ അഭിപ്രായങ്ങളെയൊക്കെ പല രൂപത്തിലുള്ള കാരണങ്ങളാൽ തിരസ്കൃതമായി തള്ളപ്പെടുകയാണ് ഉണ്ടായത്. ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ, അങ്ങനെ ആ ചർച്ച നടന്ന് എല്ലാവരും ഉറങ്ങാൻ പോയപ്പോ ഒരു സ്വഹാബി സ്വപ്നം കാണുകയാണ്. ആ സ്വഹാബിയുടെ സ്വപ്നം എന്താണ്? അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാള് ഒരു മണിയുമായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ സ്വഹാബി അദ്ദേഹത്തോട് ചോദിച്ചു, അതിന് തരുമോ, അതിന് തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതെന്തിനാണ്? അവ പറഞ്ഞു, ഞങ്ങൾക്ക് നിസ്കാരത്തിന്റെ സമയമായാൽ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ സ്വപ്നത്തിൽ വന്ന ആൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് അതിനേക്കാൾ ഹൈറായ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം, സമയമായാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു ബാങ്കിന്റെ പദങ്ങൾ അങ്ങ് കേൾപ്പിച്ചു. സ്വപ്നത്തിൽ ഇദ്ദേഹത്തിന് നമ്മളിന്ന് ബാങ്ക് വിളിക്ക് കേൾക്കുന്ന അല്ലാഹു അക്ബർ തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെയുള്ള ബാങ്കിന്റെ പദങ്ങൾ ആ സ്വപ്നത്തിൽ ഈ സഹാബി കേൾക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഉറക്കമുണർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് പോയിട്ട് ഈ വിഷയം പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് അതിന് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ബാങ്കിന്റെ പദങ്ങളുണ്ടായത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ഈ ബാങ്കിന്റെ പദങ്ങൾ വേറെയും ആളുകൾ കേട്ടു. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, ഇതെന്നെ ഞാനും കണ്ടിരിക്കുന്നു എന്ന്. ഒരാളുടെ സ്വപ്നം ഇസ്ലാമിലൊരു തെളിവാണോ? ആരെങ്കിലും ഒരാൾ സ്വപ്നം കണ്ടാൽ അത് ഇസ്ലാമിൽ ഒരു നിയമമായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇതൊക്കെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നത് പറയുമ്പോൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ പ്രവാചകന്മാരുടെ സ്വപ്നം മാത്രമാണ് സത്യസന്ധമായിട്ടുള്ളത്. അതല്ലെങ്കിൽ ഏതെങ്കിലും സ്വപ്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അറിഞ്ഞ് അവിടുന്ന് അംഗീകാരം കൊടുത്താൽ അതും സത്യമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല ബാങ്കിന്റെ പദങ്ങൾ സ്വപ്നം കണ്ടത്, വേറൊരു സ്വഹാബിയാണ്. ആ സ്വഹാബിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അംഗീകാരവും കൊടുത്തു. ഞാൻ ആ ചരിത്രം പറയലല്ല എന്റെ ഉദ്ദേശം. അവിടെ ഞാൻ പറയുന്നത്
ആ പദം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഈ കേട്ട പദം ബിലാലിന് പഠിപ്പിച്ചു കൊടുക്കൂ. കാരണം അദ്ദേഹമാണ് ശബ്ദ സൗകുമാര്യത്തിൽ അങ്ങയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്. ശബ്ദത്തിന്റെ ശ്രവണസുന്ദരമായ ശബ്ദത്തിന്റെ ഉടമ നിങ്ങളെക്കാൾ ബിലാലാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിക്കാൻ. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹുവിനാണ് പ്രത്യേകമായ സ്ഥാനം കിട്ടിയത്. അതൊരു വല്ലാത്ത സ്ഥാനം, പലരും മോഹിച്ച സ്ഥാനമായിരുന്നു. പക്ഷേ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു ഫضലുണ്ട്, ആ ശബ്ദം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അതൊരു വലിയ പുണ്യം നേടിയ മഹാനാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ബാങ്ക് വിളിക്കുന്ന ഒരാളാണെന്നുള്ള നിലക്ക് അദ്ദേഹത്തെ ആരും രണ്ടാംകിട മെമ്പറായി കണ്ടിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. മഹാനവറുകൾക്ക് വലിയ സ്ഥാനമായിരുന്നു. എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാങ്കുകാരനായിക്കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മദീനയെ കോരിത്തെരിപ്പിക്കുന്ന ബാങ്കുലികൾ, ആ ശബ്ദം കേട്ടാൽ മദീന നിശബ്ദമായിരുന്നു. അത്ര നല്ല ശ്രവണ സുന്ദരമായ നിലക്ക് ബാങ്ക് വിളിക്കാൻ കഴിവുണ്ടായിരുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അപ്പോ അതിന് വലിയ പുണ്യമുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ സഫിൽ നിൽക്കൽ, ഒന്നാം സഫ് ഈ പോകുമ്പോഴുള്ള പുണർക്കും കഴിയില്ല. അതിന് ഈ പറഞ്ഞമാതിരി അതിന് നല്ലൊരു സൗണ്ടും അതിന്റെ ഒരു ശൈലിയും പലതും കാര്യമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഒന്നാം സഫ് നേടിയെടുക്കുക എന്നത്. അതിൽ വലിയ പുണ്യമുണ്ട്. അതിന്റെ പുണ്യമെങ്ങാനും ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ തിരക്കായിരിക്കും പള്ളിയിൽ പറഞ്ഞത്. എന്നിട്ട് ഒരുപാട് ആളുകളെ ായി വരുമ്പോ നമ്മൾ നറുക്കെടുക്കുക എന്ന് പറഞ്ഞ നറുക്കരിജയത്തിൽ ഉണ്ടാകുന്നില്ല. എന്താ കാരണം? നമ്മളതിന്റെ മഹത്വം പലപ്പോഴും പറയുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം എപ്പോഴും ഒന്നാമത്തെ സഫ് നമുക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ഫജ്ർ മുതൽക്കുള്ള നമസ്കാരങ്ങളിൽ തന്നെ സജീവമായ നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒന്നാം സഫിന്റെ പുണ്യമുണ്ട്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സ്ത്രീകൾക്കായി പ്രത്യേകമായി മറയോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് പുരുഷന്മാര് ഫ്രണ്ടിൽ, മുമ്പിൽ തന്നെ മുതിർന്ന പുരുഷന്മാർ, ഇടക്ക് കുട്ടികൾ, അതിന്റെ ശേഷം സ്ത്രീകൾ. ഈ നിലക്കുള്ള ഒരു പ്രത്യേകമായ രൂപത്തിൽ പലപ്പോഴും പുരുഷന്മാരുടെ സഫുകൾ ഇങ്ങനെ നീണ്ടിങ്ങനെ വന്ന് സ്ത്രീകളുടെ സഫ് അതിനോട് അടുത്തുകൊണ്ട് തുടങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ആ നിലക്ക് ഏറ്റവും ബാക്കിൽ നിൽക്കലായിരുന്നു അവർക്ക് പുണ്യം. കാരണം പുരുഷന്മാരുടെ സഫിൽ നിന്ന് ദൂരെ നിൽക്കുന്നതായിരുന്നു അവർക്ക് പുണ്യം. ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ. ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകം സ്പെഷ്യൽ റൂമുകളുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒന്നാമത്തെ വരിയിൽ നിന്നാൽ അവർക്കും ഈ പുണ്യം കരസ്ഥമാകും ഇൻഷാ അല്ലാഹ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മനസ്സ് വെച്ചാൽ 5 നേരവും നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കുക, ഇന്നെനിക്ക് എത്ര വഖത്തിന് ഒന്നാമത്തെ സഫ് കിട്ടി? ഇന്നെനിക്ക് എത്ര വഖത്തിന് ഒന്നാം സഫ് നഷ്ടമായി? നമ്മൾ ആലോചിക്കണം. ഒരു നേരമെങ്കിലും കിട്ടാൻ, അല്ലെങ്കിൽ 2 നേരമെങ്കിലും കിട്ടാൻ ഒരു പരിശ്രമം നമ്മൾ നടത്തിയാൽ നേരത്തെ ഒന്നാമത്തെ സഫിൽ എത്തിച്ചേരുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ അത് വല്ലാത്തൊരു സമാധാനവും ആശ്വാസവും നമുക്ക് പ്രദാനം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സഫിൽ നിൽക്കുമ്പോൾ വേണ്ടിവരുന്നു പലപ്പോഴും നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാനുള്ള അവസ്ഥകളുണ്ടാകും. ഒന്നാമത്തെ സഫിൽ നിൽക്കുമ്പോൾ, ഇമാമിനോട് തൊട്ടുള്ള സഫിൽ നിൽക്കുമ്പോൾ ആ രൂപത്തിലുള്ള പല പോരായ്മകളിൽ നിന്നും നമുക്ക് മോചനമുണ്ടാകും. അതുകൊണ്ട് ഒന്നാം സഫ് ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിന്റെ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലസ് സഫിൽ അവ്വൽ. അല്ലാഹു ഗുണം ചെയ്യുന്നു. മലായികത്തുഹു, അല്ലാഹുവിന്റെ മലക്കുകൾ യുസല്ലൂന, അവര് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹ് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മലക്കുകൾ നമ്മുടെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്ക് വേണ്ടി? അല സഫിൽ അവ്വലി, ഒന്നാമത്തെ സഫിലുള്ള ആളുകൾക്ക് വേണ്ടി.
അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വഅലസ്സാനി, രണ്ടാമത്തെ സഫിലുള്ളവർക്കും പുണ്യമുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ചു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലസ്സഫിൽ അവ്വലി, ഒന്നാമത്തെ സഫുകാർക്ക് വേണ്ടിയാണ് ആ ഗുണമുള്ളത്. വീണ്ടും സഹാബത്ത് ആവശ്യപ്പെട്ടു, വഅലസ്സാനി, വല്ല സംഗതിവശാലും രണ്ടിലെത്തിയാലും അതേ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത് പറഞ്ഞു, വഅലസ്സാനി, അവർക്കും. അപ്പൊ ഒന്നാമത്തെ സഫിന്റെ പുണ്യം എന്തായാലും രണ്ടിലില്ല. പിന്നെ ഒന്ന് കിട്ടിയില്ലെങ്കിൽ രണ്ടെങ്കിലും കിട്ടാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹ് നമുക്ക് വേണ്ടി ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകം ഒരു ഗുണം, പ്രത്യേകം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തിൽ അവന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ മാസഫിൽ നിന്ന് നിസ്കരിക്കുന്നവരിൽ വർഷിച്ചുകൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പുണ്യം നഷ്ടമാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധയുണ്ടാകും. മാത്രമല്ല, അല്ലാഹുവിന്റെ മലക്കുകള് അവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് രക്ഷപ്പെടാൻ, നമുക്ക് ബർക്കത്തുകൾ ഉണ്ടാവാൻ, നമ്മുടെ പാപമോചനത്തിന്റെ വിഷയത്തിലൊക്കെ മലക്കുകൾ അങ്ങനെ ഒന്നാമത്തെ സഫിലുള്ളവർക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോ ഒന്നാം സഫിന്റെ കാര്യത്തിൽ അവഗണന മനഃപൂർവ്വം കാണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. പലപ്പോഴും നേരത്തെ പള്ളിയിലെത്തിയാൽ പോലും ആളുകൾ സൗകര്യം നോക്കിയിട്ട് ഒന്നാം സഫ് മാറാറുണ്ട്. സൗകര്യം നോക്കിയിട്ട് ഒന്നാം സഫിലാവുമ്പോ ചിലപ്പോ നേരെ മേലെ ഫാൻ ഉണ്ടാവില്ല, അപ്പൊ ചിലപ്പോ ഒന്ന് മാറും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പെട്ടെന്ന് പോകാൻ നല്ലത് ബാക്കിൽ നിസ്കാരം. ഒന്നാം സഫിൽ നിന്നാലിപ്പോ പല ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടി വരും പോകാൻ. അപ്പൊ പെട്ടെന്ന് തടിയിരിക്കണം, പെട്ടെന്ന് നിസ്കരിച്ചു പോകാലോ എന്ന നിലയ്ക്ക് ഒന്നാം സഫ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിന്നോളെന്ന് പറഞ്ഞ ആളുകൾ മാറ്റി കയറ്റി നിർത്തി നമ്മൾ ബാക്കിലേക്ക് നിൽക്കുന്ന ഒരു സ്വഭാവം, അത് ആശാസ്യപരമായൊരു കാര്യമല്ല. അതിന്റെ മഹത്വം അറിഞ്ഞാൽ നമ്മളത് ചെയ്യും. എന്നും അതിന്റെ മഹത്വം അറിഞ്ഞവരെന്നും ജനങ്ങളിങ്ങനെ ഒന്നാമത്തെ സഫ് ലഭിച്ചിട്ടും അതിൽ നിന്ന് പിന്തി വഴിമാറിപ്പോകുന്നുവെങ്കിൽ നരകത്തിയിലേക്കാണ് അവൻ തള്ളപ്പെടുന്നത്. ഉണ്ടായിട്ടും അതിലേക്ക് ശ്രദ്ധിക്കാതെ അങ്ങനെ വഴിപ്പോന്നവർ അവൻ പതുക്കെ നരകത്തിയാണ് അവൻ നോക്ക്. അപ്പൊ ആ കിട്ടിയ നഷ്ടപ്പെടും. പിന്നെ ചില ആളുകൾ ഒന്നാമത്തെ സഫിൽ നിൽക്കാതിരിക്കാൻ കാരണം പറയണെന്താ, ഞാൻ ഒന്നാം സഫിൽ നിൽക്കാൻ മാത്രമില്ല, അതും ഒരു വസ്തുവാസാണ്. അതൊക്കെ വലിയ വലിയ ആൾക്കാർ നിൽക്കുന്നതാണ്. അത് നല്ല തന്നെ, ആ വിനയം നല്ലത് തന്നെയാണ്. ഇമാമിന്റെ നേരെ ബാക്കിൽ നിൽക്കേണ്ടി വന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെ. ഇമാമിന്റെ നേരെ ബാക്കിൽ പോയിട്ട് വിവരമില്ലാത്തവൻ നിൽക്കരുത്. കാരണം എന്താ, അദ്ദേഹം പോയാൽ കയറി നിൽക്കേണ്ട ആളാണ്. ആ ഒരു ധാരണ വേണം. ഇമാമിന് സംഗതി വശാൽ വല്ലതും സംഭവിച്ചാൽ, ഇമാമിന് ഒന്നുകൊണ്ട് മുറിഞ്ഞു, ഇമാം അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോ അവിടെ അനാഥായി ഇടാൻ പാടില്ലല്ലോ. പിന്നെ നേരെ ഇമാമിന്റെ ബാക്കിൽ നിൽക്കുന്ന ആളുകളാണ് പകരാണ് കയറി നിൽക്കേണ്ടത്. പിന്നെ അയാളാണ് നിസ്കാരം കൊണ്ടുപോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് നേരെ ഇമാമിന്റെ ബാക്കിൽ നിൽക്കാൻ അറിവുള്ളവർ തന്നെയാണ് വേണ്ടത്. അല്ലാത്തതിനൊന്നും, അല്ലെങ്കിൽ വേറെ ചില വസ്വാസാളുകൾക്കുണ്ടാവും ഒന്നാമത്തെ സഫിൽ എന്നിട്ട് നിസ്കരിക്കുള്ളൂ, ആളുകളെ കാണിക്കാനാണ്. അപ്പൊ ഒരു റിയാഇന്റെ മനസ്സിൽ നിന്ന് വരുമോ എന്നൊക്കെ വെറുതെയുള്ള വസ്വാസുകൾ കാരണത്താലും ആളുകൾ ഒന്നാം സഫ് വേറുള്ളവർക്കൊക്കെ വിട്ടുകൊടുത്ത് ഞാനൊന്നിനുമില്ലേ, ഞാനൊരു പാവാണ് എന്ന മട്ടിലിങ്ങനെ മാറി നിൽക്കാറുണ്ട്. അങ്ങനെ മാറി നിൽക്കേണ്ട വിഷയമല്ല ഇത്. അത്രത്തോളം ഈ വിഷയത്തിൽ പുണ്യമുള്ളൊരു സംഗതിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മാത്രമല്ല, മഹാന്മാരുടെയൊക്കെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, 40 കൊല്ലം ഒരൊറ്റ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിന്റെ കൂടെ നഷ്ടമാകാതെ ഒന്നാമത്തെ സഫിൽ നിസ്കരിച്ച മഹാനായ റളിയല്ലാഹു അൻഹു 40 കൊല്ലം ഇമാമും ജമാഅത്തുമായിട്ട് ഇമാമിന്റെ പിന്നിൽ ഒന്നാം സഫ് നഷ്ടമാകാതെ ഇമാമിന്റെ കൂടെ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയാൻ അവസരം കിട്ടിയ മഹാനാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, നമുക്കൊക്കെ എത്ര കൊല്ലം പോയിട്ട്, എത്ര മാസം പോയിട്ട്, എത്ര ആഴ്ച പോയിട്ട്, എത്ര ദിവസം ഇതിന് സാധിച്ചിട്ടുണ്ട്.
എത്ര ദിവസം നമുക്കിതിന് സാധിച്ചിട്ടുണ്ട്, എത്ര വഖത്ത് ഇതിന് സാധിച്ചിട്ടുണ്ട്, നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോ നമുക്കൊക്കെ മഹാന്മാരുടെ ആ ചരിത്രം നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാവണം. അവരൊക്കെ അത്രയും ഉയർന്നുപോയി. അതുകൊണ്ട് ഇഹ്റാം ചൊല്ലിക്കൊണ്ട് നമസ്കാരത്തിൽ ഹാജരാകുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് വാശിയും അതുപോലെ തന്നെ മത്സരബുദ്ധിയും വേണ്ടത്. പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടില്ലേ, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ടു പോകൂ, മുൻകടക്കൂ, വജന്നത്തിൻ, സ്വർഗത്തിലേക്ക്, അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളോളം വിശാലമാണ് സ്വർഗം. ആ സ്വർഗം കിട്ടുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ മുന്നേറണം. ഉഇദ്ദത ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർക്ക് വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് സ്വർഗം. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, നിശ്ചയമായും അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അതവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. അല്ലാഹുൽ ഫദ്ലുൽ അലീം, അല്ലാഹു വളരെയേറെ ഔദാര്യത്തിന്റെ ഉടമയാകുന്നു. അത്രയും ഫളല് നേടിയെടുക്കാവുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് സഹോദരങ്ങളെ നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതുണ്ട്. അപ്പോ എല്ലാവരും ചിന്തിക്കേണ്ടത്, നമ്മുടെ മുസ്ലിമിന്റെ ഒരു ദിവസമാണ് നമ്മുടെ വിഷയം. ഒരു ദിവസത്തിൽ നമുക്ക് ഒന്നാമത്തെ സഫ് നഷ്ടമാകാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഇതിനിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇതിനിടയിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഒന്നുകിൽ പള്ളിയിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ പള്ളിയിൽ എത്തിയിട്ട് ഒക്കെ ആയിരിക്കും നമ്മൾ ബാങ്ക് വിളി കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലായിരിക്കുന്ന അവസരത്തിലായിരിക്കാം, നമ്മുടെ താമസ സ്ഥലത്തോ കച്ചവട സ്ഥലത്തോ എവിടെയാവട്ടെ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ഇന്നും സമൂഹത്തിൽ അതാ മണ്ണിട്ട് മൂടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണ് ബാങ്ക് വിളിക്കുന്നവന്റെ വിളിക്ക് ഉജാബത്ത് നൽകുക, ഉത്തരം നൽകുക എന്ന് പറയുന്ന സുന്നത്ത്. അതൊന്നും ബഹുഭൂരിപക്ഷം ആളുകളിൽ നിന്നും നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലൂ മിസ്ല മാ യഖൂൽ, ബാങ്ക് വിളിക്കുന്നയാള് ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഫഖൂലൂ മിസ്ല മാ യഖൂലു, അദ്ദേഹം പറയും പോലെ നിങ്ങളും പറയുവീൻ. ഇത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും മനസ്സ് വെച്ച് ബാങ്ക് വിളി കേൾക്കണം എന്ന നിലക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 5 നേരം നമുക്ക് നേടിയെടുക്കാവുന്ന മഹനീയമായ പുണ്യമാണ്. അതൊന്നും ചെയ്യാൻ ആളുകളില്ല, അതിനോടൊന്നും ആളുകൾക്ക് താല്പര്യമില്ല. ആ സമയത്തും കൊണ്ട് വേറെന്തെങ്കിലും വർത്താനം പറയും. അതുകൊണ്ടൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങളത് ചെയ്യണം. സുമ്മ സ്വല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തിന് ചോദിക്കണം. ബാങ്ക് വിളി കേട്ടുകഴിഞ്ഞാൽ ആ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെയൊക്കെ പറഞ്ഞ് അതിന്റെ ശേഷം നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവിടുന്ന് പറയുന്നു, ഫഇന്നഹു മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, അല്ലാഹു അവന് അത് മുഖേന 10 ഗുണമാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പൊ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെയൊക്കെ പറഞ്ഞ ശേഷം സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞ് സുമ്മ സലുല്ലാഹ ലിയൽ വസീല, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്തെന്ന പദവിയെ ചോദിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കണം. ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന, അത് സ്വർഗത്തിലെ ഒരു പദവിയാകുന്നു. ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരു അടിമക്കല്ലാതെ ആ പദവി കരസ്ഥമാകുന്നതല്ല. വഅർജു, ഞാനായിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, മോഹിക്കുന്നു. അതുകൊണ്ട് ഫമൻ സഅല ലിയൽ വസീല, ആരെങ്കിലും എനിക്ക് വേണ്ടി വസീലത്തെന്ന പദവിയെ ചോദിച്ചാൽ ഹല്ലത്തു ലഹു ശഫാഅ, അവന് ശഫാഅത്ത് കരസ്ഥമാകുന്നതാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇന്ന് ആളുകളിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ബാങ്ക് വിളി കേൾക്കുമ്പോ
ഇപ്പൊ നാട്ടിലൊക്കെ ഒരു പരിപാടിയോ പ്രസംഗമൊക്കെ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്ഥലത്തൊരു പ്രഭാഷണമൊക്കെ നടക്കുകയാണെങ്കിൽ എന്താ ആളുകളുടെ തിരി? ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ച് എല്ലാവരും ഇങ്ങനെ കൈയൊക്കെ ഉയർത്തിയ പ്രാസംഗികനാകെ വിഷമിച്ച് എന്താണെന്ന് മനസ്സിലായില്ല. ശരി ബാങ്ക് പറയാം. എല്ലാവരും ഇങ്ങനെ പറഞ്ഞ പ്രാസംഗികൻ അവിടെ ഒരു ഭാഗത്ത് ഇരുത്തി. ഇതുവരെ അയാൾ മാത്രം വർത്താനം പറഞ്ഞില്ലേ. ഇപ്പൊ ബാങ്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇയാളെ പ്രസംഗം നിർത്തിയിട്ട് പിന്നെ ബാക്കി എല്ലാവരും കൂടി പ്രസംഗിക്കും. ഇപ്പൊ നാട്ടിലെ പതിവാത്തത്. പിന്നെ ബാക്കി എല്ലാവരും വർത്താനം പറയുന്നു. ബാങ്ക് വിളിക്ക് വേണ്ടി പ്രഭാഷണം അവിടെ നിർത്തിവെച്ച് എന്നാ സദസ്സിലുള്ളവരൊക്കെ കാതോർക്കണ്ടേ, പിന്നെ അവര് ബാക്കി വർത്താനം പറയാണ്. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഇടക്കാലമായിട്ടൊരു വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഇന്ന് ബാങ്ക് കേട്ടാൽ നിർത്തിവെക്കുന്ന ഒരു സമ്പ്രദായം. സഹോദരങ്ങളെ, അത് മാറണം. ബാങ്ക് വിളി കേട്ട് പ്രഭാഷണം നിർത്തിവെച്ചാലും ശരി, എന്ത് നിർത്തിവെച്ചാലും ശരി, എല്ലാവരും അതിന് കാതോർക്കണം. കാതോർത്തിട്ട് എന്താണ് ആ പറയുന്നത് അതിന് തിരിച്ചു പറയണം. അതല്ല ഇജാബത്ത്, ഉത്തരം നൽകാൻ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ തെർത്തീബ പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നെങ്കിലും പറയാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്ത് എന്ന പദവിയെ ചോദിക്കണം എന്നാണ്. ആ ചോദ്യം അടങ്ങുന്ന ദുആയാണ് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة وابعثه مقاما محمودا الذي وعدته. അതിലൂടെ നമ്മൾ അള്ളാന്റെ റസൂലിന് വേണ്ടി അള്ളാഹിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ആത്തി മുഹമ്മദനിൽ വസീല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹുവേ നീ വസീലത്ത് എന്ന പദവി കൊടുക്കണേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ആ സ്ഥാനത്ത് നിങ്ങൾ ചോദിച്ചാൽ നബി തങ്ങൾ പറയുന്നത് എന്താണ്? ഹല്ലത്ത് ലഹു ശഫാഅ, അവന് ശഫാഅത്ത് കരസ്ഥമാകും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറിൽ വെച്ച് പാപികളായ വിശ്വാസികൾക്ക് വേണ്ടി ശഫാഅത്ത് പറയും. അതിന് അല്ലാഹു നബി തങ്ങൾക്ക് അനുവാദം കൊടുക്കും. ആർക്കൊക്കെ വേണ്ടി അനുവാദം കൊടുക്കണമെന്ന് അള്ളയാണ് തീരുമാനിക്കുന്നത്. അതിൽ പെടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ പറഞ്ഞത്. അല്ലാതെ എനിക്ക് നബി തങ്ങളെ നിങ്ങളുടെ ശുപാർശ എനിക്ക് തരണേ എന്ന് الشفاعة هب لنا في القيامة مشفيقا وأهلنا إن ضاع يا سيدي خير النبي. ഓ നബിയെ, അങ്ങ് ഞങ്ങൾക്ക് ശുപാർശ തരണം. നാളെ പരലോകത്ത് അങ്ങ് ഞങ്ങൾക്ക് അങ്ങയുടെ ശുപാർശയിൽ നിന്ന് ഞങ്ങൾക്ക് അതേ ശുപാർശ ചെയ്തുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ധാരാളം നമ്മുടെ ആളുകൾക്കിടയിലുണ്ട്. അത്തരക്കാർക്ക് നബി തങ്ങളുടെ ശുപാർശ കിട്ടൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശുപാർശ കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചിട്ടുണ്ട്, മൻ അസ്അദുന്നാസി ബിശഫാഅതിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം സിദ്ധിക്കുന്ന ആളുകൾ ആരായിരിക്കും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താ? എന്നെ ധാരാളമായി പ്രശംസിച്ച് എന്നോട് ശുപാർശ ചോദിച്ചവർക്ക് എന്നല്ല, മറിച്ച് അവിടുന്ന് പറഞ്ഞത് മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ. എന്റെ ഉമ്മത്തിൽ നിന്ന് അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ ആര് മരിച്ചുപോയോ അവർക്കാണ് എന്റെ ശഫാഅത്ത് ലഭിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കിട്ടാനുള്ള മാർഗം നബി തങ്ങളോട് ചോദിക്കലല്ല, അള്ളയാണ് ഓർഡർ കൊടുക്കേണ്ടത്. ഓർഡർ കൊടുക്കേണ്ട അള്ളാനോട് പറയാ, അള്ളാ നാളെ നിന്റെ പ്രവാചകന്റെ അർഹനായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടല്ല, അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ആ ശഫാഅത്ത് കരസ്ഥമാകുവാനുള്ള പല മാർഗങ്ങളിൽ ഒരു മാർഗമാണിത്. ബാങ്ക് കേൾക്കുമ്പോ ശഫാഅത്ത് ആഗ്രഹിക്കാത്ത ആളുകൾ ആരാ ഉള്ളത്? പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടത്തിൽ ദുനിയാവിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രയാസത്തിന്റെ ദിനത്തിൽ നമ്മൾ എത്ര ആളെ റെക്കമെൻഡ് പറയും, എത്ര പേരെ നമ്മൾ ശുപാർശയ്ക്ക് വേണ്ടി തരും. ആഖിറത്തിന്റെ സ്ഥിതി ഇതാണോ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. മഹ്ശറിന്റെ സ്ഥിതി അതാണ്.
മഹ്ശറിന്റെ സ്ഥിതി എന്താണ്? ഒരു മനുഷ്യൻ തന്റെ സഹോദരനിൽ നിന്ന് ഓടിയകലുന്ന ദിവസം, മാതാപിതാക്കളിൽ നിന്ന് ഓടിയകലുന്ന ദിവസം, ഇണയിൽ നിന്നും തുണയിൽ നിന്നും ഓടിയകലുന്ന ദിവസം, സന്താനങ്ങളിൽ നിന്ന് ഓടിയകലുന്ന ദിവസം. കാരണം ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരമില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ തന്നെ ധാരാളമുണ്ട്. അതുകൊണ്ട് വേറൊരാളുടെ കാര്യം ശ്രദ്ധിക്കാനോ നോക്കാനോ ഒന്നും തീരെ സന്ദർഭം അവിടെ കിട്ടൂല. അതുകൊണ്ട് തന്നെ മനുഷ്യനേറെ വെപ്രാളപ്പെടുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ശുപാർശക്കവൻ യോഗ്യനാവുക എന്ന് പറഞ്ഞാൽ അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ 5 നേരം ബാങ്ക് വിളി കേൾക്കും അതിന് ഇജാബത്ത് പറയാ, എന്നിട്ട് നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, എന്നിട്ട് അവിടുത്തേക്ക് സ്ഥാനം കിട്ടുന്ന ഉന്നതമായ വസീലത്തെന്ന പദവിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നാളെ എന്റെ ശുപാർശ കരസ്ഥമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ സത്യം മാത്രം പറയുന്ന നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മൾ ദിനേന 5 നേരം ഈ മഹത്തായ പുണ്യം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിസ്സാരമായിട്ട് നമ്മൾ കാണുകയാണ്. ഓരോരുത്തർ ചോദിക്കുക, ഇന്നിപ്പോ 5 നേരത്തെ ബാങ്ക് കഴിഞ്ഞല്ലോ, ഇന്ന് 5 നേരത്തെ ബാങ്ക് വിളി കഴിഞ്ഞില്ലേ? എത്ര ആളുകൾ ഇന്നത്തെ 5 നേരത്തെ ബാങ്കിൽ നിന്ന് ഒരു ബാങ്കിനെങ്കിലും ഇജാബത്ത് പറഞ്ഞു? സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കൂ. ആത്മവിചാരണ എപ്പോഴും നല്ലതാ, എപ്പോഴും ഒരു പരിശോധന നല്ലതാ. ഇന്ന് ഞാൻ എത്ര ബാങ്കിന് മറുപടി പറഞ്ഞു? എനിക്ക് നാളെ എന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടണ്ടേ? അതിന് ഞാൻ യോഗ്യനാവണ്ടേ? ഞാൻ അതിനു വേണ്ട മാർഗം ചെയ്തോ? നമ്മൾ ആലോചിക്കണം. നമ്മുടെ മക്കൾക്ക് ആ മെസ്സേജ് കൊടുക്കണം. നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അപ്പോ മുസ്ലിമിന്റെ ഒരു ദിവസത്തിൽ നാളെ മഹ്ശറിൽ വെച്ച് പ്രയാസപ്പെടുമ്പോ അള്ളാഹുവിന്റെ റസൂൽ മുഖേന കിട്ടുന്ന ആ ശുപാർശക്ക് അർഹരാകുന്ന യോഗ്യരാകുന്ന ആളുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ ദിനേന നാം പരിശ്രമിക്കേണ്ടുന്ന ഈ കാര്യത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ബോധവാന്മാരാകേണ്ടതുണ്ട്. ശരി സഹോദരങ്ങളെ, അങ്ങനെ പള്ളിയിലെത്തിയാൽ പള്ളിയിൽ ഇരിക്കുന്നതിന്റെ മുമ്പ് നമുക്കൊരു പ്രത്യേകമായ പുണ്യമുണ്ട്. എല്ലാവർക്കും അറിയാം, തഹിയ്യത്തുൽ മസാജിദ്, പള്ളികളിൽ കയറിയാലുള്ള പ്രത്യേകമായ അഭിവാദ്യ നമസ്കാരമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ. നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കുന്നത് വരെ അവൻ ഇരിക്കരുത്. അപ്പൊ തഹിയ്യത്ത് പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, പള്ളിയിൽ കയറിയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ 2 റക്അത്ത് നിസ്കാരം മുഖേനയല്ലാതെ ഇരിക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ ശക്തമായ നിലക്ക് തന്നെയുള്ള ഒരു പ്രത്യേകമായ പുണ്യമായി തന്നെ അത് കണ്ടിരുന്നു. അതുകൊണ്ടാണ് വളരെ പ്രാധാന്യപൂർവ്വം അവിടുന്ന് ജുമാ ഖുത്ബ ജനങ്ങളോട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലും, ആ പ്രസംഗത്തിനിടയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപദേശിക്കാൻ സമയം കണ്ടിട്ടുണ്ട്. ഹദീസിൽ കാണാം, ജാഅ സുലൈഖുൽ ഖത്ഫാനി. സുലൈഖുൽ ഖത്ഫാനി എന്ന് പറയുന്ന ഒരു സഹാബി ഒരു വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വന്നു. ആ അവസരത്തിൽ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബു, അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫജലസ, ആ വ്യക്തി വന്നിട്ട് നേരെ പള്ളിയിൽ ഇരുന്നു. നബി തങ്ങൾ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരു സഹാബി കയറി വരുന്നു. അദ്ദേഹം പള്ളിയിൽ തന്നെ ഇരിക്കുന്നു. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു ആ സ്വഹാബിയോട്, യാ സുലൈഖ്, ഓ സുലൈഖേ. അദ്ദേഹത്തിന്റെ പേര് സുലൈഖ് എന്നാണ്. അദ്ദേഹത്തെ പേര് വിളിച്ചു, സുലൈഖേ, ഖും, എഴുന്നേൽക്ക്, ഫർകഅ റകഅതൈൻ, 2 റക്അത്ത് നമസ്കരിക്കൂ, വതജവ്വസ് ഫീഹിമാ, വളരെ പെട്ടെന്ന് ചുരുക്കി നമസ്കരിക്കൂ. വളരെ പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഒരാൾ സംഗതിവശാൽ മറന്നു പള്ളിയിലാണ്ട് ഇരുന്നു, അതിന് ഏതായാലും ഇരുന്നു പോയില്ലേ എന്ന് വിചാരിക്കണ്ട, എഴുന്നേറ്റ് നിസ്കരിക്കാം. കാരണം ഈ സഹാബി വന്നിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നവർക്കും ഏതായാലും അതില്ല എന്നായിരുന്നെങ്കിൽ നിസ്കരിച്ചോ ഇല്ല എന്ന് പറഞ്ഞപ്പോ എഴുന്നേൽക്കാൻ പറയൂല. നിസ്കരിച്ചില്ല എന്ന് കേട്ടപ്പോ ഇരുന്ന സഹാബിയായിട്ടും പ്രവാചകൻ എന്താ പറയുന്നത്? രണ്ടറക്കായത്തെ നമസ്കരിക്കൂ. അപ്പൊ അത്രയും പ്രാധാന്യവും പുണ്യവും തഹിയ്യത്ത് നമസ്കാരത്തിനുണ്ട് എന്നിതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ തഹിയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക നിസ്കാരമല്ല.
ഒരു പ്രത്യേക നിസ്കാരമല്ല. പള്ളിയിലിരിക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം എന്നതാണ് അതിന്റെ പ്രാധാന്യം. അതുകൊണ്ട് ഒരാളിനിപ്പോ തഹിയ്യത്ത് എന്ന നിസ്കാരം തന്നെ വേറെ ചെയ്യണം. അവിടെ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്, തഹിയ്യത്ത് നിസ്കരിക്കാനായിട്ട് പള്ളിയിൽ വേറെ ഭാഗത്ത് പോയി നിൽക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ ഉഖീമത്തിസ് സ്വലാ, നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫലാ സ്വലാത ഇല്ലൽ മക്തൂബ, ആ വിളിക്കപ്പെട്ടു കഴിഞ്ഞ നിർബന്ധ നിസ്കാരമല്ലാത്തൊരു നിസ്കാരം പാടില്ല. അതുകൊണ്ട് അവിടെ നിസ്കാരം ജമാഅത്ത് നടക്കുമ്പോ വേറൊരു സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇവിടെ കൈകെട്ടാൻ പാടില്ല, ആ ജമാഅത്തിൽ ചേരുകയാണ് വേണ്ടത്. അപ്പോ ഇഖാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ പുതിയ അതല്ലെങ്കിൽ ആ മഹത്തായ നമസ്കാരത്തിന്റെ പ്രാധാന്യമോർത്തുകൊണ്ട് അതിലേക്ക് ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. 2 റക്അത്ത് നിസ്കരിച്ച് ഒരാളോട് ചെന്നു, അയാള് ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, എന്നാ അയാൾ ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതോടുകൂടി തന്നെ അയാൾക്ക് ഏതും കിട്ടാണ്, തഹിയ്യത്ത് കിട്ടുകയാണ്. ഇരിക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക. ഒരാൾ പള്ളിയിലെത്തി അവിടെ ജമാഅത്ത് നടക്കുകയാണ്, അവൻ ഇരിക്കുന്നില്ലല്ലോ, അപ്പൊ അവൻ അതും കൂടി ആ ഫർദ് നിസ്കാരത്തിന്റെ കൂടെയും അവന് ലഭിക്കുന്നുണ്ട്. അപ്പോ ഒരു പള്ളിയിൽ ഇരിക്കുന്നുവെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്. അത്രയും മഹത്വം അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മാത്രമല്ല, ബാങ്കിനും ഇഖാമത്തിനും ഇടക്ക് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ അത് വളരെയേറെ പ്രാധാന്യമുള്ള സമയമാണ്. പള്ളിയിൽ നേരത്തെ എത്തി ബാങ്ക് വിളിച്ച് കുറച്ച് സമയം ഇഖാമത്തിന്റെ ഇടക്കുണ്ട്. ആ അവസരങ്ങളിൽ മറ്റു സംസാരങ്ങളിലേക്ക് തിരിയുകയല്ല വേണ്ടത്. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സന്ദർഭമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്കുള്ള പ്രാർത്ഥന, ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്കുള്ള സമയത്തിൽ നിർവഹിക്കപ്പെടുന്ന ദുആ അത് തള്ളപ്പെടുകയില്ല. അതിന് പ്രത്യേക ഇജാബത്തുണ്ട്. അല്ലാഹുവോട് ചോദിച്ചാൽ ചോദിച്ചതിന് ഉത്തരം കിട്ടുന്ന നേരമാണത്. അപ്പൊ ഇഖാമത്തിന് സമയമുണ്ട്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് കിട്ടുന്ന അവസരം നമ്മൾ പ്രാർത്ഥനയ്ക്ക് നല്ലോണം ഉപയോഗപ്പെടുത്തണം. സഹാബത്ത് ചോദിച്ചു, ഫമാദാ നഖൂലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങൾ എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സല്ലല്ലാഹുൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ, നിങ്ങൾ അല്ലാഹുവിനോട് ദുനിയാവിലും ആഖിറത്തിലും സൗഖ്യത്തിന് വേണ്ടി തേടിക്കോ. ആഫിയത്തിന് ചോദിച്ചോ, അല്ലാഹുവേ നീ ദുനിയാവിൽ ആഫിയത്ത് തരണം, ആഖിറത്തിലും സൗഖ്യം തരണം. അങ്ങനെ സൗഖ്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി അല്ലാഹുവിനോട് തേടേണ്ടുന്ന അവസരമാണത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ, അല്ലാഹുവേ നിന്നോട് ഞാൻ സൗഖ്യം തേടുന്നു, ഫിദ്ദുനിയാ ഇഹത്തിലും വൽ ആഖിറ, പരലോകത്തിലും. അങ്ങനെ ആയുരാരോഗ്യത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാനുണ്ട്, എന്തെല്ലാം മനക്ലേശങ്ങളുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാം റബ്ബിനോട് പറയാ. ഉത്തരം തരുമെന്ന ദൃഢബോധത്തോടെ ചോദിക്കുക. കിട്ടിയെങ്കിൽ കിട്ടി എന്ന അർത്ഥത്തിലല്ല. അള്ളാഹിനോട് എപ്പോ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദുആയിരക്കുമ്പോ അള്ളാഹു ഉത്തരം തരും, അള്ളാഹു ഉത്തരം തരും എന്ന ദൃഢവിശ്വാസത്തോടെ ചോദിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഉദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ദൃഢമായ ബോധത്തോടെ ആയിരിക്കണം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അവനോട് ചോദിക്കുന്നവർക്ക് അവൻ ഉത്തരം നൽകാം എന്നവൻ പറഞ്ഞതാണല്ലോ. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, എന്നെ വിളിക്കുന്നവന്റെ വിളിക്കവൻ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം തരും എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്റെ കാര്യം, തന്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം, തന്റെ ഭർത്താവിന്റെ കാര്യം, തന്റെ മാതാപിതാക്കളുടെ കാര്യം, അയൽക്കാരുടെ കാര്യം, സ്നേഹിതന്മാരുടെ കാര്യം, സമുദായത്തിന്റെ കാര്യം, മൊത്തം പ്രശ്നങ്ങൾ, എല്ലാത്തിനും വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടുന്ന സന്ദർഭങ്ങളാണത്. ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കുന്ന അത്തരത്തിലുള്ള സമയങ്ങൾ, പ്രാർത്ഥനകളുടെ കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത്. നല്ലോണം ദുആ ചെയ്യുക. ദുആ പോലെ അല്ലാഹുവിന്റെ ഖളാഇനെ തന്നെയും അവൻ മാറ്റിമറിക്കുന്ന മറ്റൊന്നില്ല ദുആ പോലെ. പടച്ചോന്റെ തീരുമാനം തന്നെ നമ്മുടെ ദുആ നിരന്തരമായ
ദുആയിലൂടെ അല്ലാഹു അതിന് മാറ്റം വരുത്തുന്നതാണ് പ്രമാണം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാകണം എന്നുണർത്തുകയാണ് സഹോദരങ്ങളെ. ഇനി നാം പ്രവേശിക്കുന്നത് നമസ്കാരത്തിലേക്കാണ്. നമ്മുടെ ഒരു ദിവസത്തിൽ നാം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിയ്യത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ മനസ്സാണതിന്റെ സ്ഥാനം. ഇന്ന് പലരും നിയ്യത്തിന് വേണ്ടി ഒരുപാട് സമയം പാഴാക്കുന്നവരാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് ചൊല്ലിപ്പറയേണ്ടതാണ് എന്ന അർത്ഥത്തിൽ ഉദോയിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ ചൊല്ലിപ്പറയേണ്ടതല്ല, മനസ്സാണ് അതിന്റെ സ്ഥാനം. ഇന്ന് നമസ്കാരം അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന കരുത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുന്നു. നാം തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുമ്പോൾ നാഥന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധമാണ് ആ അല്ലാഹു അക്ബർ എന്നതിലൂടെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? ലോകത്ത് എന്തിനേക്കാളും ഞാൻ വലുതായി കാണുന്നത് എന്റെ റബ്ബിനെയാണ്. പണത്തേക്കാൾ എനിക്ക് വലുത് അള്ളയാണ്, എന്നേക്കാൾ എനിക്ക് വലുത് അള്ളയാണ്, ലോകത്ത് എല്ലാവരേക്കാളും എനിക്ക് വലുത് അള്ളയാണ്, സ്ഥാനമാനങ്ങളെക്കാൾ എനിക്ക് വലുത് അള്ളയാണ്, എന്തിനേക്കാളും എനിക്ക് വലുത് അള്ളയാണ് എന്ന അല്ലാഹു അക്ബർ, അല്ലാഹു അല്ലാത്ത മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നും മനുഷ്യ മനസ്സുകളെ മാറ്റി നിർത്തിയിട്ട് അല്ലാഹുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിക്റാണ് നിസ്കാരത്തിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നിർവഹിക്കുന്ന തക്ബീറത്തുൽ ഇഹ്റാം. അവിടെ മുതൽ നമ്മുടെ ശ്രദ്ധ വളരെ കേന്ദ്രീകൃതമാവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാണ് നിസ്കാരത്തിന്റെ കാതൽ, അതാണ് നിസ്കാരത്തിന്റെ റൂഹ്, അതാണ് നിസ്കാരത്തിന്റെ ജീവൻ, ഖുശൂ എന്ന് പറയുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ആരാണ് സത്യവിശ്വാസികൾ? അവരുടെ നമസ്കാരത്തിൽ അവർ നന്നായി ഭയഭക്തിയിലുള്ളവരാകുന്നു. നിസ്കാരത്തിൽ നല്ല ഖുശൂഉള്ള മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഒരു മുഅ്മിനിന്റെ വിജയം കണക്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ കാര്യം നിസ്കാരത്തിലെ ഖുശൂ ആണ്, നിസ്കാരത്തിലെ ഭയഭക്തിയാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാം നന്നാക്കി ചെയ്യുക. എന്താണ് ഈ നന്നാക്കി ചെയ്യൽ? എന്താണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട്. ഇവരങ്ങൾ മറുപടി പറഞ്ഞു, അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ്. ആ നമസ്കാരം ഫലവത്തായി തീരണമെങ്കിൽ അതിന്റെ ഏറ്റവും പരമപ്രധാനമായ കാമ്പാണ് അതിന്റെ ഖുശൂ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ ഞാൻ നിൽക്കുന്നത് എവിടെയാണ്? അല്ലാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അവനെ അങ്ങോട്ട് കാണുന്നില്ല, പക്ഷെ അവൻ എന്നെ ഇങ്ങോട്ട് കാണുന്നു. ആ ബോധം ആദ്യം തന്റെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഞാൻ സർവ്വാധിരാജനായ അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ അവനെ അങ്ങോട്ട് കാണുന്നില്ല, പക്ഷെ അവൻ എന്നെ ഇങ്ങോട്ട് കാണുന്നു. എന്റെ എല്ലാ ചലനങ്ങളും അവൻ അറിയുന്നു. എന്റെ മനസ്സ് വരെ അവൻ അറിയാം. ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ആദ്യം കൊണ്ടുവരണം. മറ്റുള്ള എല്ലാ ചിന്തകളും മനസ്സിന്ന് പോക്കാനാണ് ഈ തുടക്കം തന്നെ അല്ലാഹു അക്ബർ പറയുന്നത്. ആ അല്ലാഹു അക്ബർ ഇടയ്ക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തും. ഓരോ അനക്കങ്ങളിലും ഓർമ്മപ്പെടുത്തുകയാണ്. കുനിയുമ്പോ അല്ലാഹു അക്ബർ, അവിടുന്ന് ഉയരുമ്പോ അല്ലാഹു അക്ബർ, സുജൂദിലേക്ക് പോകുമ്പോ, ഉയരുമ്പോ, എഴുന്നേൽക്കുമ്പോ ഒക്കെ ഈ ഒരു പ്രത്യേകമായ മന്ത്രം, ഈ ഒരു പ്രത്യേകമായ ദിക്ർ, ഈ ഒരു പ്രത്യേകമായ പ്രഖ്യാപനം, അള്ളയാണ് വലുത്, അള്ളയാണ് വലുത്, അവനുണ്ടെനിക്ക് എന്ന പ്രതീക്ഷ നൽകുന്ന തക്ബീർ. ആ തക്ബീർ മനസ്സറിഞ്ഞ് കൊല്ലാൻ തന്നെ നമ്മൾ ടെൻഷനുകളൊക്കെ ആകലും. ആരെന്ത് കുതന്ത്രം കളിച്ചാലും അള്ളയുണ്ടെനിക്ക്, അള്ളയാണ് വലിയവൻ. ലോകത്ത് എത്ര തന്നെ സ്വാധീനമുള്ളവരാകട്ടെ, വമ്പൻ പ്രമാണിമാരാകട്ടെ, പണക്കാരാകട്ടെ, സ്വാധീനമുള്ളവരാകട്ടെ, എന്തുമുള്ളവരാകട്ടെ, എനിക്കള്ളയുണ്ട്. അല്ലാഹു അക്ബർ, അള്ളയാണ് ഏറ്റവും വലിയവൻ. അതുകൊണ്ടാണ് നബിക്കും സഹാബത്തിനൊക്കെ നിസ്കരിച്ചു കഴിയുമ്പോൾ വല്ലാത്തൊരാവേശമായിരുന്നു. നിസ്കാരം അവർക്ക് വല്ലാത്തൊരു ആസ്വാദനമായിരുന്നു. അവിടുന്ന് പറഞ്ഞത്, എനിക്ക് കൺകുളിർമ നൽകപ്പെടുന്നത് എന്റെ നിസ്കാരത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ജഅലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കണ്ണിന് വല്ലാത്തൊരു കുളിർമയും മനസ്സിന് വല്ലാത്തൊരു ആനന്ദവും ആശ്വാസവും ആഹ്ലാദവുമൊക്കെ സമാധാനവുമൊക്കെ കിട്ടുന്നത് നിസ്കാരത്തിന്റെ സമയത്തായിരുന്നു എന്നാണ്. നിസ്കാരത്തിന്റെ കഴിച്ചുകൂട്ടാനാണ് നമ്മളൊക്കെ പാടുപെടുന്നത്.
ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞെങ്കിൽ അവരങ്ങനെയുള്ള നിസ്കാരം തീരരുതേ. ആ നിലക്ക് നിസ്കാരത്തിൽ വല്ലാത്തൊരാസ്വാദനം അനുഭവിച്ചുകൊണ്ടിരുന്ന മഹാന്മാരായിരുന്നു. അതങ്ങനെ വേണമെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ബോധത്തോടെ ഞാൻ അവന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അത് മറ്റൊരിടത്തേക്ക് എന്റെ ശ്രദ്ധ പോയിക്കൂടാ. നിസ്കാരത്തിൽ ഇൽത്തിഫാത്തുണ്ടാവുക, തിരിഞ്ഞുനോട്ടമുണ്ടാവുക എന്ന് പറയുന്നത് ബാഹ്യമായ തിരിഞ്ഞുനോട്ടവും ആന്തരികമായ തിരിഞ്ഞുനോട്ടവും ഉണ്ട്. കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ അത് ബാഹ്യമായ തിരിഞ്ഞുനോട്ടമാണ്. ഹൃദയം തിരിഞ്ഞുപോയാൽ അത് ആന്തരികമായ തിരിച്ചിലാണ്. രണ്ട് തിരിയലും അള്ളാഹു മനസ്സിലാക്കും. ഇതിനനുസരിച്ചാണ് പ്രതിഫലം കിട്ടുന്നത്. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാമ്പ് അള്ളാഹ് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅംവാലിക്കും, നിശ്ചയമായും അല്ലാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ സമ്പത്തുകളിലേക്കോ അല്ല നോക്കുന്നത്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അവൻ നോക്കുന്നത്. ആ ഹൃദയത്തിലുള്ള നിങ്ങളുടെ നിയ്യത്തിനനുസരിച്ച് നിങ്ങൾ എന്തൊക്കെയാണോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ആ പ്രവർത്തനങ്ങളെയുമാണ് അല്ലാഹു നോക്കുന്നത്. മനസ്സറിഞ്ഞ് കൂലി കൊടുക്കുന്ന സംവിധാനമാണ് അള്ളാന്റെ അടുക്കലുള്ളത്. നേരെ മറിച്ച് അത് ലോകത്ത് ആ സംവിധാനം വേറെ എവിടെയില്ല. ഒരേ പ്രവർത്തനം തന്നെ പലരും ചെയ്യുന്നു. ചിലർ ആത്മാർത്ഥമായിട്ട് ചെയ്യും, ചിലർ ആത്മാർത്ഥരല്ലാതെയും ചെയ്യും. ബാഹ്യമായിട്ട് നമ്മൾ നോക്കുമ്പോ രണ്ടും ഒരേ പ്രവർത്തനമാണ്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോ രണ്ടിനും വ്യത്യസ്ത രൂപത്തിലാണ്. കാരണം മനസ്സറിഞ്ഞുകൊണ്ട് പ്രതിഫലം കൊടുക്കുവാൻ അള്ളാഹുവിന് സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമസ്കാരം അതൊരാസ്വാദനമായ നിലക്ക് തന്നെ വളരെ ആസ്വദിച്ച് നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഖുശൂ ആണ് ഉണ്ടാകേണ്ടത്. വെറുതെ കാട്ടിക്കൂട്ടലുകളല്ല. മുസല്ലയിൽ നിന്നു, പള്ളിയിൽ നിന്നു, നിസ്കാരത്തിന് വേണ്ടി നിന്നു കേവലം എന്തോ ഒരു ചടങ്ങുകളായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിൽ വരികയാണ്. സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു വലിയ മഗ്ഫിറത്തും വമ്പിച്ച പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല പറഞ്ഞെടുത്ത്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി എന്നിങ്ങനെ യഥാർത്ഥത്തിൽ അല്ലാഹുവിങ്കൽ വലിയ പ്രതിഫലം നൽകപ്പെടുന്ന മഹത്തുക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹ് ഒരു ഗുണമായിക്കൊണ്ട് പറഞ്ഞത് വൽ ഖാശിഈന വൽ ഖാശിആത്ത്, ഭയഭക്തിയുള്ള പുരുഷന്മാർ, ഭയഭക്തിയുള്ള സ്ത്രീകൾ, അവർക്കാണ് അല്ലാഹു അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അവർക്ക് അല്ലാഹു പാപമോചനം ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്നു. വഅജ്റൻ അദീമാ, വമ്പിച്ച പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പോ ഏറ്റവും കൂടുതൽ പ്രയാസം തന്നെയാണ് ആ ഖുശൂഅോടുകൂടെയുള്ള നമസ്കാരം. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് ഫഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നല്ല ഭക്തിയുള്ള ആളുകൾക്കല്ലാതെ മറ്റുള്ളവർക്കൊക്കെ വല്ലാത്തൊരു ഭാരം തന്നെയാണ് നിസ്കാരവും സഹനവുമൊക്കെ. നിസ്കരിക്കാന്ന് പറഞ്ഞാൽ നല്ല ഖുശൂഇല്ലാത്തവർക്ക് അതൊരു ഭാരം തന്നെയാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഏതിലാ പെടുന്നത്. ഒരു നേരത്തെ നിസ്കാരം അന്ന് കഴിഞ്ഞ് കിട്ടണം, അതുകൂടി കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഒരു ഭാരം, എന്തോ ഒരു ഭാരം അടക്കി വെക്കുന്നത് പോലെ ആകുന്നുവോ നമ്മുടെ മനോഗതി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മറിച്ച് നിസ്കാരം അതിന് കാത്തിരിക്കുക, ആ സമയത്ത് പള്ളിയിലേക്ക് പോവുക, സമാജത്തിൽ പങ്കെടുക്കുക. ഇനി വീട്ടിൽ നിസ്കരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ സമയം പ്രതീക്ഷിക്കുക. പെട്ടെന്ന് എപ്പോഴെങ്കിലും എല്ലാ പണിത്തിരക്കും കഴിഞ്ഞിട്ടൊരു നിസ്കാരം. അങ്ങനെയല്ല, പള്ളിയിൽ പോകുന്നില്ലേ, ആദ്യ വക്തത്തിൽ തന്നെ നിസ്കരിക്കലാണ് അവർക്ക് ഏറ്റവും പുണ്യം. പള്ളിയിൽ പോകാൻ അവസരമല്ലേ, വീട്ടിൽ നിന്നാണോ എങ്കിൽ അതാണല്ലോ ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യാറുള്ളത്. ബഹുഭൂരിപക്ഷം 99% ശരി, എന്നാലും ഇങ്ങനെ നീട്ടിവെക്കേണ്ടതല്ലേ, എല്ലാം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടല്ല. അതൊക്കെ ആ അഫ്ളൽ വഖത്തിൽ തന്നെ നിർവഹിച്ച് പുണ്യം നേടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. മുസ്ലിമിന്റെ ഒരു ജീവിതമാണല്ലോ നമ്മുടെ വിഷയം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിനൊക്കെ ഒരു ശ്രദ്ധ, ഇതൊക്കെ എല്ലാവരും മനസ്സ് വെച്ചാൽ നമുക്ക് അല്ലാഹുവിങ്കിൽ നിന്ന് വലിയ പുണ്യം സമ്പാദിച്ചു തരുന്ന കാര്യമാണ്. നിസ്കാരത്തിൽ ഖുശൂഇല്ലാതെ അല്ലെങ്കിൽ ജീവിതത്തിൽ പടച്ചവനെ പേടിയില്ലാത്തൊരു ഖൽബ്, അതിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ കാവൽ ചോദിക്കാൻ നമ്മോട് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ദുആകളിൽ നമുക്ക് കാണാം,
അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മുസ്ലിം ഉമ്മത്തിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്നു. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. ഉപകാരമില്ലാത്ത അറിവ് വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന ദുആ. ആളുകളെന്ന് പലപ്പോഴും പ്രശ്നങ്ങളിൽ അകപ്പെടുന്നത്, തെറ്റുകൾ ചെയ്യുന്നത് വിവരമില്ലാഞ്ഞിട്ടാ. വിവരേറിയ കേടാന്നാ പറയാ പലപ്പോഴും. വിവരമില്ലാഞ്ഞിട്ടല്ല, വിവരം കൊണ്ട് പ്രയോജനമില്ല. പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് പ്രവൃത്തിയിലില്ല, ജീവിതത്തിലില്ല, ആളുകൾ ഉപകരിച്ചിട്ടില്ല. ഒരാൾക്ക് അറിവ് ഉപകരിക്കുന്നത് അറിവനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. 5 നേരം പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കൽ നിർബന്ധമാണെന്നൊരാൾക്ക് അറിവുണ്ടായതുകൊണ്ട് അയാൾ ആലിമാവൂല. അയാൾ ആലിമാകൽ എപ്പോഴാണ്? അയാൾക്കത് ഉപകാരപ്പെടുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് ഏത് വിജ്ഞാനവും. ആ വിജ്ഞാനമനുസരിച്ച് അമല് ചെയ്യുന്നുവോ അതാണ് അയാൾക്ക് പ്രയോജനപ്പെടുക. അല്ലാത്തത് അയാൾക്ക് നേരം മറിച്ച് വിപരീതപരമാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. എത്ര ഹദീസ് പഠിച്ചിട്ടെന്താ, എത്ര ഖുർആൻ പഠിച്ചിട്ടെന്താ? ചിലരോട് അതൊന്നും പറയാൻ പറ്റൂല. ഖുർആൻ ഓതിക്കൊടുത്തിട്ട് കാര്യമില്ല, ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവന്റെ ഇൽമ അവന് ഉപകാരമല്ല. പഠിക്കാത്തോണ്ടല്ല, പഠിച്ചിട്ടുണ്ട്. പക്ഷേ ചില സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി അവൻ പ്രമാണങ്ങളെ വലിച്ചെറിയും. അവന്റെ കൽബിലേക്ക് അത് കയറുന്നില്ല. എന്താ കാരണം? പഠിച്ചത് അവന് ഉപകരിക്കാതെ പോകുന്നു. പഠിച്ചത് ഉപകരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായൊരു ഫള് വേണം. അതിനുവേണ്ടി നാഫിയായ ഇൽമ തരണേയല്ല. നാഫിയല്ലാത്ത ഇൽമിൽ നിന്ന് കാവല് ചോദിക്കുന്നു. ഭയപ്പെടാത്ത ഒരു ഹൃദയത്തിൽ നിന്ന് നിന്നോട് കാവല് ചോദിക്കുന്നു. എന്ത് കേട്ടാലും കുലുങ്ങാത്തൊരു മനസ്സ്, എന്തെന്നെ കേട്ടാലും ഒരു കുലുക്കമില്ല, അങ്ങനെക്കൊരു പേടിയില്ല. നീ എന്ത് കേട്ടാലും മനസ്സിന് യാതൊന്നും ഒരു ചലനമല്ല. പാറയേക്കാൾ കടുത്തുറച്ച മനസ്സെന്ന് പറയും പോലെ അങ്ങനത്തെ ഒരു കൽബ് പടച്ചോനെ തരരുതേ. നല്ല ഖുശൂഉള്ള ഒരു ഹൃദയം തരണേ. ഒരിക്കലും ആർത്തിരീരാത്തൊരു മനസ്സ് തരരുതേ. എത്ര കിട്ടിയാലും ഒടുങ്ങാത്ത ദുരയും മോഹവുമായി നടക്കുന്ന, ആർത്തിപൂണ്ട ദുരാർത്തിയും കൊണ്ട് നടക്കുന്ന, എന്ത് കിട്ടിയാലും തീരാത്ത ഒരു ആർത്തിയുള്ള മനസ്സിൽ നിന്ന് കാവല് ചോദിക്കുന്നു. മിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. ചോദിച്ചാൽ ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്നും എന്നോട് കാവല് ചോദിക്കുന്നു. എത്ര വേർന്നിട്ട് എന്താ ഉത്തരം കിട്ടാത്ത കമ്പനിയാ. കാരണം അവന്റെ ജീവിതം അങ്ങനെയാ. പിന്നെ എങ്ങനെ ഉത്തരം കിട്ടുക? ആ അവസ്ഥയിൽ നിന്നും കാവൽ ചോദിക്കുന്നു. സഹീഹ് മുസ്ലിമിലുള്ള പ്രാർത്ഥനയാണ്. അപ്പോ നിസ്കാരത്തിൽ നമ്മൾ 5 നേരം നമ്മുടെ എല്ലാ അവസരങ്ങളിലും പ്രാർത്ഥനകളിലും ഇത് നമ്മൾ നിരന്തരമായി തേടണം. കാരണം അല്ലാഹ് ഇറക്കിയ നിയമങ്ങളോട് മനസ്സിനൊരു പേടി ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു നിഅമത്താണ്. ആ പേടി നഷ്ടപ്പെട്ടതാണ് യഹൂദികൾക്കും നസറാനികൾക്കും ഉണ്ടായ പരാജയത്തിന് കാരണം. അവർക്ക് വേദം കിട്ടാഞ്ഞിട്ടല്ലല്ലോ. യഹൂദിയും നസറാനിയും പഴച്ചു പോകാൻ എന്താ കാരണം? തൗറാത്തും ഇഞ്ചീലും അല്ലാഹ് അവർക്ക് കൊടുക്കാഞ്ഞിട്ടല്ല. കൊടുത്തു, അവരത് വായിച്ചു, അവരത് പഠിച്ചു. പക്ഷേ കാലം കുറെ ചെന്നപ്പോ എന്ത് തൗറാത്തിലെ ആയത്ത് കേട്ടാലും എന്ത് ഇഞ്ചീൽ കേട്ടാലും യഹൂദി നസറാനിയുടെ കൽബിൽ ലേശായി. നമ്മുടെ ആളുകളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ പോലെ എന്തെല്ലാം കേട്ടാലും എനിക്കതൊരു വിഷയമല്ല എന്ന നിലക്കായി പോകുന്ന ഒരവസ്ഥ വരാതെ നോക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അലം യഅ്നിദില്ലദീന ആമനൂ. സത്യവിശ്വാസികൾക്ക് നേരമായില്ലേ? അല്ലാഹു ചോദിക്കാൻ. സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ? എന്തിന്? അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഭയഭക്തിയിൽ മുഴുകുവാൻ നേരമായില്ലേ? അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയിൽ ഹൃദയത്തിൽ പേടിയുണ്ടാകാൻ വിശ്വാസികൾക്ക് നേരമായില്ലേ? ഒമാ നസല മിനൽ ഹഖി. സത്യത്തിൽ നിന്നവൻ അവതരിപ്പിച്ചതിനെ സംബന്ധിച്ചും ഹൃദയത്തിൽ ഒരു ഭയമുണ്ടാകുവാൻ വിശ്വാസികൾക്ക് നേരമായില്ലേ? പ്രമാണങ്ങൾ കേൾക്കുമ്പോൾ ഒരു പേടി, ആയത്ത് കേൾക്കുമ്പോൾ ഒരു പേടി, ഹദീസ് കേൾക്കുമ്പോൾ ഒരു പേടി, അത് അതിനോടൊരു ഭയഭക്തി ഉണ്ടാകുവാൻ ഇനിയും സമയമായില്ലേ? വലാ യകൂനു. അവരായിത്തീരാതിരിക്കാനും അവർക്ക് നേരമായില്ലേ? ആയിപ്പോകാതിരിക്കാൻ ആരെപ്പോലെ? കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബൽ. ഇതിനു മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആവാതിരിക്കാനും. എന്താ അവർക്കുണ്ടായ സുഖക്കെടെന്താ?
ഫതാല അലൈഹിമുൽ അമദ്, കാലം കുറെ നീണ്ടുപോയപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളൊക്കെ കടുത്തുറച്ചുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധികം ആളുകളും എന്തായി? ഫാസിക്കുകളായി തീർന്നു എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് സുഹൃത്തുക്കളെ ആദ്യമായി നഷ്ടപ്പെട്ടു പോവുക ഖുശൂ ആയിരിക്കും. ബുദ്ധർദായ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു വാചകണ്ട്, ജനങ്ങളിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്നത് ഖുശൂ ആയിരിക്കും. ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഖുശൂ ആണ് ആദ്യം പോവുക. ഭയഭക്തി എന്നുള്ളത് മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ഒരു കാലം വരും. ജനങ്ങളിൽ നിന്ന് ആദ്യം ഒഴിവാകുക, അതാണ് നാം പറയപ്പെട്ടത്. എന്നിട്ടോ യൂഷിക്കു അൻ തദ്ഖുല മസ്ജിദ ജമാഅത്തിൻ, ഒരു ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ നീ പ്രവേശിക്കുമ്പോൾ ഫലാ തറാ ഫീഹി റജുലൻ ഖാശിയാ, ഖുശൂഉള്ള ഒരാളെയും നീ കാണാത്ത ഒരവസ്ഥ വരും. ഒരു പള്ളിയിൽ കയറിയ നോക്കിയാൽ ഖുശൂഉള്ള ഒരാളെയും കാണാത്തൊരവസ്ഥ വരും. എങ്ങനെ നമുക്ക് കാണാം? ഖുശൂ ഖൽബിലല്ലേ എന്ന് ചോദിക്കും. ഖൽബിലുണ്ടെങ്കിൽ അനക്കത്തിലും കാണും, ഖൽബിലുണ്ടെങ്കിൽ ആ പെരുമാറ്റത്തിലും ഉണ്ടാകും. അതുകൊണ്ട് ഖുശൂ ആണ് സമൂഹത്തിൽ നിന്ന് ആദ്യം പോവുക എന്നാണ് മഹാവചനങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളിൽ ഖുശൂ നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴേ ആ നമസ്കാരം ഫലവത്തായി തീരുകയുള്ളൂ. അതിന് പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധം, അവൻ കാണുന്നുണ്ടെന്ന ബോധം. അതിനു പുറമെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആയത്തുകൾ, അതുപോലെ തന്നെ ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, അതിന്റെയൊക്കെ അർത്ഥം ഗ്രഹിക്കുക, അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുക. അതൊക്കെയാണ് ആ പ്രത്യേകമായ രൂപത്തിൽ ഖുശൂ അല്പമെങ്കിലും നിലനിൽക്കുവാൻ നാം ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് അറിയാത്ത സംഗതികളല്ല, പക്ഷേ നാം ഇതിന്റെ കൂടെയുള്ള പരിശ്രമം കൂടി നമുക്ക് വേണം. അങ്ങനെ നമ്മുടെ നമസ്കാരം നിത്യജീവിതത്തിൽ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരം അത് ഫലവത്തായി തീരണം. അതിന് വേണ്ട രൂപത്തിലുള്ള ഇത്തരം കാര്യങ്ങളോട് നമുക്ക് വല്ലാത്തൊരു ആഭിമുഖ്യമുണ്ടാകണം, താൽപര്യമുണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ എന്നോട് നിങ്ങളോട് ഉണർത്താനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഓരോ ദിവസങ്ങളും സൽക്കർമ്മങ്ങളാൽ ധന്യമാക്കുവാൻ നമുക്കെല്ലാം അവൻ തൗഫീഖ് നൽകുകയും ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടെ മരിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد السلام عليكم ورحمة الله وبركاته.